മാന്യമഹാജനങ്ങളെ, ഇതാ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ചിരിക്കാത്ത മനുഷ്യൻ. ഈ മനുഷ്യൻ ഒരിക്കലും ചിരിക്കുകയില്ല. ഇയാളെ ചിരിപ്പിക്കുന്ന ആൾക്ക് 1,00,000 രൂപ പ്രതിഫലം ഇപ്പോൾ ഇവിടെ വച്ച് തരുന്നതാണ്. മത്സരത്തിൽ പങ്കെടുക്കാൻ വെറും 100 രൂപ മാത്രം. 100 രൂപ മുടക്കി ലക്ഷാധിപതിയാകും. കടന്നു വരും, കടന്നു വരും. അടുത്ത ബലശബ്ദത്തോടുകൂടി മത്സരം ഇതാ ആരംഭിക്കുകയാണ്. ചിരിക്കാത്ത മനുഷ്യൻ. എടാ, എന്നെ ഇന്നലെ പട്ടി കടിച്ചടാ. എങ്ങനെ? എവിടുന്ന്? ഞാൻ ഇന്നലെ അരിവാക റേഷൻ കടയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പട്ടി എന്നെ നോക്കി കുരച്ചു. ഞാൻ മൈൻഡ് ചെയ്യാതെ നടന്നു. അതെന്താ പട്ടി കുരച്ചിട്ട് നീ മൈൻഡ് ചെയ്യാതിരുന്നത്? കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നല്ലേ ചൊല്ല്. എന്നിട്ട് പട്ടി കടിച്ചല്ലോ. അതിനാ ചൊല്ല് പട്ടിക്ക് അറിയണ്ടേ? അതെന്നെ കടിച്ചിട്ട് കുടഞ്ഞടാ. എടാ, ഞാൻ ഇന്നലെ വീടിന്റെ മുറ്റത്ത് നിൽക്കുക. അപ്പോൾ ഒരു വിമാനമുണ്ട് മുകളിലൂടെ പറ. വളരെ താഴ്ന്ന് പറക്കുന്നുണ്ട്. ഞാൻ വിമാനം ശ്രദ്ധിച്ചു. അപ്പോൾ അതാ പൈലറ്റ് തല പുറത്തിട്ട് എന്നോട് ചോദിക്കുന്നു, ദുബായിക്ക് പോകേണ്ട വഴി ഏതാണ്? ഞാൻ പറഞ്ഞു, നേരെ വിട്ടോളാം. ഇവനെന്ത് മനുഷ്യനാണടാ! ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു അനക്കവുമില്ലല്ലോ. ഇനി ഇവൻ ശരിക്കും മനുഷ്യൻ തന്നെയാണോ? അതെ, മനുഷ്യൻ തന്നെ. എടാ, ഒന്ന് ചിരിച്ച് സഹായിക്കും ചങ്ങാതി. ഒരു ഉപകാരം ചെയ്യും. എൻ്റെ അച്ഛന് അടിയന്തരമായി ഒരു ഓപ്പറേഷൻ വേണം. എങ്ങനെ പൈസ ഒപ്പിക്കുമെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. താങ്കളൊന്ന് മനസ്സ് വെച്ചാൽ എൻ്റെ കാര്യം നടക്കും. പ്ലീസ് ഒന്ന് ചിരിക്ക് ചങ്ങാതി. പ്ലീസ് ഒന്ന് ചിരിക്ക് ചങ്ങാതി. ഇതോടുകൂടി ഇന്നത്തെ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ചങ്ങാതി. നിങ്ങൾക്കൊരു ഹൃദയമുണ്ടോ? നിങ്ങൾ ഒരിക്കലും ചിരിച്ചിട്ടില്ലേ? ചങ്ങാതിമാരെ, ഞാൻ വിനയൻ. നിങ്ങളെല്ലാം പോലെ എനിക്കും ഒരു ബാല്യമുണ്ടായിരുന്നു. ഞാനും ചിരിച്ചിരുന്നു ഒരുപാട്. ഡാ വിനയ, വാ നമുക്ക് കളിക്കാൻ പോവാം. കൂട്ടുകാരെല്ലാവരും വളർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഞാൻ മാത്രം. കുട്ടിക്കാലത്ത് എനിക്കും ഒരു പ്രണയമുണ്ടായിരുന്നു. എത്ര സന്തോഷകരമായിരുന്നു ആ ദിവസങ്ങൾ. ഡാ വിനയ, നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ദാ നോക്ക്. ഹായ്, and the favorite 5-star chocolate. Thank you. കാലം കടന്നു പോയപ്പോൾ അവൾ വളർന്ന ഒരു യുവതിയായി. പക്ഷെ ഞാൻ വിനയ, എന്നോടൊന്നും തോന്നരുത്. നമ്മൾ തമ്മിൽ ചേരില്ല.
നമ്മൾക്ക് പിരിയാം. ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയായിരുന്നു ചങ്ങാതിമാരെ. അവൾ അവൾ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നാട്ടുകാരുടെ പരിഹാസം, കളിയാക്കൽ. കുള്ളനായതുകൊണ്ട് ആരും ഒരു ജോലിയും തന്നില്ല. എന്റെ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ അസുഖം വന്ന് മരിച്ചിരുന്നു. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം എൻ്റെ അമ്മ അന്യ വീട്ടുകളിൽ കൂലിപ്പണിയെടുത്താണ്. എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് അമ്മ എനിക്കായും ഞാൻ എൻ്റെ അമ്മക്കായും ജീവിച്ചു. പക്ഷേ ഒരു നാൾ വിനയ, എനിക്ക് മടുത്തു മോനെ. നാട്ടുകാരുടെ പരിഹാസവും ദാരിദ്ര്യവും അനുഭവിച്ച് മടുത്തു. അമ്മയ്ക്ക് വയ്യ മോനെ. അമ്മ പോകുന്നു. ഒരു കത്തെഴുതി വെച്ച് എന്റെ അമ്മയും ഈ ലോകത്തിൽ നിന്ന് പോയി. പക്ഷേ എനിക്ക് മരിക്കാൻ വയ്യ. എനിക്ക് ജീവിക്കണം. നിങ്ങൾ പറയൂ ചങ്ങാതിമാരെ, എനിക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും? എനിക്ക് ചിരിക്കാൻ പറ്റുമോ? സുഹൃത്തെ, താങ്കളുടെ ജീവിതാനുഭവങ്ങൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്നത് തന്നെ. ജീവിതത്തിൽ ഇല്ലാത്തതിനെ പറ്റി മാത്രം സങ്കടം പറയുന്ന ഞങ്ങൾ ഒരിക്കൽ പോലും അങ്ങേപോലെയുള്ളവരുടെ വിഷമത്തെ പറ്റി ഓർത്തതേയില്ല. ഇന്നു മുതൽ അങ്ങയെപ്പോലുള്ള ദിവ്യാംഗരെയും കൂടി ചേർത്ത് നിർത്തുമെന്ന് ഇതാ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ദിവ്യാംഗരായും അന്ധരായും ബധിരരായും എല്ലാം അനേകം പേർ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നു. നമ്മെപ്പോലെ ആ പരമാത്മാവിൻ്റെ ചൈതന്യമാണ് അവരിലും കുടികൊള്ളുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാവട്ടെ. അവരെയും നമുക്ക് ഒപ്പം ചേർത്ത് നിർത്താം.